ട്രെയിനിന്റെ സമയം എന്താ? 1:30. ബാംഗ്ലൂർ മെയിലാടാ. കറക്റ്റ് ടൈം എത്തും, ഒരു മാറ്റം ഉണ്ടാവില്ല. ഓ, ഇനിയും 15 മിനിറ്റ് ഉണ്ടല്ലോ. പീസുകൾ വരുന്നു പറഞ്ഞപ്പോ അവന്റെ ഒരു സ്പീഡ് കണ്ടില്ലേ? വരുന്നത് കുന്നാണോ കുഴിയാണെന്ന് പോലും അറിയില്ലല്ലേ. ചിലപ്പോ താടകയെ പോലെ വല്ല അമ്മൂമ്മയായിരിക്കും വരാൻ പോണത്. ഒരു കാലത്ത് അതൊരു ഫിഗർ അല്ല. ഇവൻ കിളവീനെ പോലും വെറുതെ വിടില്ല. ചേട്ടാ, ഗുഡ് മോർണിംഗ് ബില്ലു. ബാംഗ്ലൂർ ട്രെയിൻ വന്നിട്ട് അരമണിക്കൂറായി. നിന്റെ തലമട്ടക്കെട്ട് തന്നോണ്ടല്ലോ. അവന്റെ ഒരു കറക്റ്റ് ടൈം മാറ്റാടാ. ഇവിടെ നിൽക്കുന്ന ഒരെണ്ണം പോലും കൊള്ളില്ല. എടാ, ആ പെണ്ണ് പാവാടാ. അവൾ ഇവിടെ ആദ്യമായിട്ട് വഴി അറിയാതെ അവൾ എവിടെ പോയി ഇറങ്ങും? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. കുറ്റിയും പിഴുത് ഇറങ്ങും. അവളെ കണ്ടുമുട്ടാതെ പോയാലുണ്ടല്ലോ, നിന്നെയൊക്കെ അടിച്ച് പരത്തിക്കളയും ഞാൻ. അളിയാ, നിനക്ക് ആ പെണ്ണിനെ കണ്ട തിരിച്ചറിയോടാ? എനിക്കൊന്നും അറിയില്ല. സേട്ടു പറഞ്ഞത് കൊണ്ട് ഞാൻ വന്നതാ. എന്റെ കയ്യിലാണ് ഒരു ഫോട്ടോ പോലും ഇല്ല. ഹോ, എവിടെ ചെന്ന് അന്വേഷിക്കാനാ? അയ്യോ, നീ പിന്നെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സൂസി എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ഓട്. അങ്ങോട്ട് പോകരുതേ. പതുക്കെ പോടാ, എന്നെ തള്ളിയിടാ. എടാ, ഒന്ന് നോക്കി പോടാ. പതുക്കെ പോടാ. സൂസി ഇവിടെ എങ്ങനെ സൂസി ഉണ്ടോ? സൂസി എന്താടാ? നോക്കട്ടെ, സൂസിയെ നോക്കട്ടെ. ബില്ലുവേട്ടാ, നമസ്കാരം. നമസ്കാരം. എന്താ ഇവിടെ? എന്തെങ്കിലും സഹായം? ഒന്നും വേണ്ട, ഞാൻ നോക്കിയോളാം. എന്താ എന്താ കുത്തിന് കയറി പിടിക്കുന്നേ? പോക്കറ്റിൽ പേഴ്സ് ഉണ്ടോ നോക്ക്. അയ്യോ, ഇല്ല ചേട്ടാ. ഇവന്റെ പോക്കറ്റിൽ നോക്ക്. അതേ സേട്ടു, പിള്ളേരെ പണി പറ്റിച്ചത്. ഞാൻ എങ്ങനെയും കണ്ടുപിടിക്കും. അന്നാണ് ഞാൻ അവളെ ആദ്യമായി കാണുന്നത്. അതാണ് സുസി എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സ് മന്ത്രിച്ചു, അവൾ സുസി ആയിരിക്കണമെന്ന്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ സുസിയെ കണ്ടതും ഈ ഭൂമിയിൽ ജനിച്ചത് ഇവളെ കാണാനാണോ എന്ന് ആ നിമിഷത്തിൽ എനിക്ക് തോന്നിപ്പോയി. എൻ്റെ കൺമുന്നിൽ വേറെ ഒന്നും ഉണ്ടായില്ല. സൂസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനാണ് സൂസി എന്ന് പറഞ്ഞ് അവൾ എൻ്റെ മുന്നിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാനാണ് സൂസി എന്ന് പറ, ഞാനാണ് സൂസി എന്ന് പറ. ഒന്ന് വേഗം പറ, എഴുന്നേറ്റ് വേഗം പറ. ഒന്ന് പറയൂ സൂസി. നിങ്ങൾ ബില്ലു അല്ലേ? സൂസി, ഇങ്ങോട്ട് താ, ഞാൻ കൊണ്ടുവരാം. വേണ്ട, ഞാൻ എടുത്തോളാം. എന്റെ അടയാളം എങ്ങനെ മനസ്സിലായി? സിമ്പിളാ. അങ്കിള് ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നു എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ബില്ലു എന്ന് പറഞ്ഞ ഒരാൾ വരുമെന്ന്. എങ്ങനെ ഉണ്ടാവുന്ന ചോദിച്ചപ്പോ ഒരു സ്ഥലത്ത് നിൽക്കാതെ ഇങ്ങനെ ഓടിച്ചാടി നടന്ന് എല്ലാവരോടും തുറന്നടിച്ചുള്ള പെരുമാറ്റം, സ്മാർട്ടായിട്ട് സൂക്ഷ്മതയുള്ള ഒരു നോട്ടം, എന്നാൽ ഒരു പേടിത്തൊണ്ടനാണെന്നും ഇതൊക്കെ വെച്ച് ആലോചിച്ചപ്പോ എനിക്ക് തോന്നി നിങ്ങളായിരിക്കുമെന്ന്. ഇതായിരിക്കും ബില്ലു എന്ന് പറഞ്ഞ് ഞാനും നോക്കിക്കൊണ്ടിരുന്നു. അവസാനം എത്തുകയും ചെയ്തു. ഫോൺ വെക്കുന്നതിന് മുൻപ് ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ വളരെ ഡീസന്റ് ആണെന്ന്. നീ പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലോ അളിയാ. എന്താ ബില്ലു, നീ ഒന്നും സംസാരിക്കാതെ വരുന്നേ? മിണ്ടരുതേ, സൂസി നമ്മളെ ഡീസന്റ് ആണെന്നാ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നീ പഴയ മിലിറ്ററി അച്ചായനെ പോലെ കഴുത്ത് നിവൃത്തി നടക്കുന്നത്. മിണ്ടല്ലെന്നല്ലേ പറഞ്ഞേ? ദാ കേട്ട മോളെ, ഇവന്മാരുടെ വണ്ടി ഓടിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഇവന്മാരും വണ്ടിക്കകത്ത് കയറിയിട്ടില്ല. ചുമ്മാ ശമ്പളം മേടിക്കുക ഞാൻ. മോളെ കണ്ടപ്പം എന്റെ ശരീരത്തിനകം എന്തോ പോലെ തോന്നും. ഈ ലഗേജ് ഞാൻ പുറകെ വെച്ചോ, മോള് മുന്നിൽ. സൂസി വണ്ടി കയറ്. അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയാ വരുന്നേ? ഞങ്ങൾ ബൈക്കിൽ വന്നോളാം. എന്നാൽ ഞാനും ബൈക്കിൽ വന്നോളാം. അപ്പൊ ഞാൻ ആരുടെ കൂടെ പോവും? ഈ ലഗേജ് ഒക്കെ സൂക്ഷിച്ചു കൊണ്ടുവരണേ. അയ്യോ, നീ പോകാൻ വരട്ടെ, അവിടെ നിക്ക്. നീ ഡീസന്റ് ആന്ന് പറഞ്ഞല്ലോ, അത് ബൈക്ക് ഓടിക്കുന്ന സമയത്ത് കളയാതെ നോക്കണേ. അങ്ങനെയാണോ കാര്യം? അതെ. ബില്ലു, ഓവർ സ്പീഡ് വേണ്ട, പതുക്കെ പോയാ മതി. കണ്ടില്ലേ? പോടാ പോടാ, പോ പോ പോ, നിന്റെ സമയം. ഞാൻ ഏത് കാലത്ത് വീട്ടിലെത്തുമോ എന്തോ. എക്സ്ക്യൂസ് മീ, ഇച്ചിരി വഴി തരുവാൻ ഞാൻ അങ്ങ് പൊക്കോളാം. എമർജൻസി വാർഡിൽ ജനിച്ചവനെ, എന്താണ് നിനക്ക് ഇത്ര തിരക്ക്? വേഗം പോ. അതെ ചേട്ടാ, ഞാനും കൂടി ഒന്ന് കേറിക്കോട്ടെ. ഐ ആം സോറി, ലേഡീസിന് ഞാൻ ലിഫ്റ്റ് കൊടുക്കാറില്ല. എന്തിനാ സൂസി സൈക്കിളിൽ പോകാൻ ആഗ്രഹിക്കുന്നത്? പോവാ. നീ ബൈക്കാണ് ഓടിക്കുന്നേ, ജാഥയ്ക്ക് പോവല്ലേ? ഓ, അതാണോ കാര്യം? ഇപ്പൊ കണ്ടോണേ.
മാറടാ ബില്ലു. കേട്ടോ നമസ്കാരം. ഏയ് എന്താടാ കളിയാക്കുവാ? വെട്ടിയെടുക്കും ഞാൻ കാലിന്. ഇറച്ചിക്കടയിലേക്ക് കത്തി കൊണ്ട് വന്നേക്കും അളിയാ. ബായിയെ തേടി ആരും അന്വേഷണം വന്നേക്കുന്നു. മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ കഴുത്തറുത്തെടുക്കും. അളിയാ അവൻ എന്നെ തീർക്കാൻ വന്നേക്കും അളിയാ. കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയാ കളിയാ. അയ്യോ ആരാ ബില്ലു? ആരാന്നല്ലേ ചോദിച്ചത്? പൊന്ന സേട്ടു വാ മോനെ വാ. അന്ന് ആരുമില്ലാത്ത സമയത്ത് വന്ന് അടിച്ചിട്ടല്ലേ പോയത്. മര്യാദക്ക് പൊക്കോ. ബില്ലു ഈ കാര്യം പറഞ്ഞാൽ വിളിക്കടാ പൊട്ടച്ചെറുക്കനെ. വേണ്ട. വിളിക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? എടാ. ഏയ് വിളിക്കടാ. അവനെ തെരഞ്ഞാ ഞാൻ വന്നത്. എവിടെ പോയി? എങ്ങോട്ടാടാ നീ തെറുത് വെച്ച് പോകാൻ നോക്കുന്നത്? ആരാടാ അവിടെ ബില്ലു? ഇത് കൊള്ളാലോ. ബില്ലുവിനോട് ബില്ലു ആരാൻ ചോദിക്കുവാണോ? ഒരക്ക് തീ പിടിക്കുമ്പോ വാഴ വെട്ടൂന്ന് പറഞ്ഞ പോലെയാ. ഇവനൊക്കെ എത്ര അഹങ്കാരം ഉണ്ടായിട്ടാ. ബില്ലുവിന്റെ വായ തന്നെ വന്ന് പെട്ടില്ലേ. ഇനി ചങ്കം കാരണം വേറെ നടക്കുന്ന കാണാം. നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്ക്. പോയി ജോലി നോക്കടാ. വേണ്ടടാ വിട്ടേക്കടാ. ദേവി ഇത് വിട്ടേക്കടാ. വലിയ വീട്ടിലെ കൊച്ചാടാ. പറയുന്നത് കേക്കടാ. ഇത് വലിയ പ്രശ്നമാകും. വാടാ വാ. കുത്തടാ. കുത്തോടാ ഞാൻ. കുത്ത് ഞാൻ കുത്താൻ പറഞ്ഞില്ലേ? സേട്ടു സൂസിയെ കൂട്ടിക്കൊണ്ട് പോ. വേണ്ട, നീ അടിക്ക് ബില്ലു. ഞാനൊന്ന് കാണട്ടെ. വെട്ടാവനെ. വരിഞ്ഞു കെട്ടി വന്നപ്പോഴേ ഞാൻ ഓർത്തതാ ഇതിങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന്. അനുഭവിക്കുന്ന ആരാ? കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി എന്തിനാ വാങ്ങിയത്? എന്തൊക്കെയാ മക്കളെ ഇത്? അയ്യോ, ഇത് വല്ല മർമ്മത്തിലും കൊണ്ടിരുന്നെങ്കിൽ എന്തായന്? സരസേ, വല്ല പച്ചമരുന്നും വെച്ച് കെട്ട്. പുറംനാട്ടുകാരനല്ലേ, ശരീരത്തിന് ശക്തി ഉള്ളതുവരെ അത് ചെയ് ഇത് ചെയ്യെന്ന് പറഞ്ഞു വിടും. കയ്യും കാലും പോയെന്ന് വെച്ചോ, പിന്നെ വല്ല അമ്പലത്തിൻ്റെ നടയിലും പോയി പിച്ച എടുക്കേണ്ടി വരും. ഇത് കേട്ടോ, തിന്നുന്നതോ ഒരു പിടി ചോറ്, അത് ന്യായമായ വഴിയിലൂടെ സമ്പാദിച്ചാൽ എന്താ? ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? വല്ലതും കഴിച്ചോ?